എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റിനെ പറ്റിയാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വാട്സപ്പിൻ്റെ ചാറ്റിൽ ഓൾറെഡി തന്നെ നമുക്ക് നേരത്തെ ലഭ്യമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഫീച്ചറാണ് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്ന് പറഞ്ഞ്. നിങ്ങൾക്കൊരു ചാറ്റ് ഓപ്പൺ ആക്കിയതിന് ശേഷം മുകളിൽ കാണുന്ന ആ പേരിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ് എൻഡ് ടു എൻക്രിപ്റ്റഡ് എന്ന് പറഞ്ഞ്. അതായത് നമ്മൾ അയക്കുന്ന മെസ്സേജസ് അയക്കുന്ന നമ്മൾക്കും റിസീവ് ആകുന്ന ആൾക്കും മാത്രമല്ലാതെ മൂന്നാമതൊരാൾക്ക് കാണുവാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് വാട്സപ്പ് പറയുന്നത്. അതായത് വാട്സപ്പിൻ്റെ സെർവറിൽ പോലും ആ മെസ്സേജ് സേവ് ആകത്തില്ല എന്നുള്ളതാണ് വാട്സപ്പ് അവകാശപ്പെടുന്നത്. എന്നാൽ വാട്സപ്പിൻ്റെ ബാക്കപ്പ് ഫയലിൽ ഇങ്ങനൊരു ഓപ്ഷൻ ഇതുവരെ ഇല്ലായിരുന്നു. അതായത് ആ ഒരു ബാക്കപ്പ് ഫയൽ ആർക്കും വേണമെങ്കിലും കാണാമായിരുന്നു. എന്നാൽ വാട്സപ്പിൻ്റെ ഈ ഒരു പുതിയൊരു അപ്ഡേറ്റിൽ എൻഡ് ടു എൻക്രിപ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്യൂരിറ്റി ഫീച്ചർ വാട്സപ്പിൻ്റെ ബാക്കപ്പ് ഫയലിൽ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് ഇനേബിൾ ചെയ്ത് കൊടുക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുവാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ വാട്സപ്പിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ ചാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ചാറ്റ് ബാക്കപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ബാക്കപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷന് തൊട്ട് താഴെ തന്നെ നമ്മുടെ പുതിയ ഫീച്ചറായിട്ടുള്ള എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്പം വെയിറ്റ് ചെയ്യുക. അടുത്ത 2-3 അപ്ഡേറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫീച്ചർ നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ ടേൺ ഓൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞു കൊള്ളട്ടെ. അതായത് ഈ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർമ്മയിലിരിക്കുന്ന പാസ്വേഡ് തന്നെ വേണം ഇതിൽ കൊടുക്കുവാനായിട്ട്. കാരണം ഈ ഒരു പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്ത് എടുക്കുവാനുള്ള ഒരു ഓപ്ഷൻ വാട്സപ്പ് ഇപ്പോൾ കൊടുക്കുന്നില്ല. കാരണം ഇനി വരും കാല അപ്ഡേറ്റുകളിൽ അത് ഉണ്ടാകുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഓർമ്മയിലിരിക്കുന്ന ഒരു പാസ്വേഡ് തന്നെ നിങ്ങളതിൽ കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ക്രിയേറ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് മസ്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 6 ക്യാരക്ടേഴ്സ് ആൻഡ് 1 ലെറ്റർ എന്ന് പറഞ്ഞ്. അതായത് നമ്മൾ നമ്പേഴ്സാണ് പാസ്വേഡായിട്ട് കൊടുക്കുന്നതെങ്കിൽ അതിൽ ഒരെണ്ണം ലെറ്റർ ആയിരിക്കണമെന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ലെറ്റേഴ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ലെറ്റേഴ്സാണ് കൊടുക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. വീണ്ടും നമ്മൾ അതേ പാസ്വേഡ് തന്നെ ഒന്നുകൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഇനേബിളിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മെസ്സേജസൊക്കെ ബാക്കപ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നിടം വരെ, ഈ ബാക്കപ്പ് കഴിയുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ബാക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാം എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്നുള്ളത് നേരത്തെ ഓഫ് ആയിരുന്നു. ഇപ്പോൾ അത് ഓൺ ആയിരിക്കുന്നത് കാണാം. അതായത് ഈ ഒരു ഓപ്ഷൻ ഇനേബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് പാസ്വേഡ് അല്ലെങ്കിൽ താഴെ ടേൺ ഓഫ് എന്ന് പറഞ്ഞ് കാണാം. നിങ്ങൾക്ക് ചേഞ്ച് പാസ്വേഡ് കൊടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ആ ചേഞ്ച് പാസ്വേഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കറൻറ്റ് പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പുതിയ ഏത് പാസ്വേഡാണോ ആ ഒരു പാസ്വേഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ടേൺ ഓഫ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ താഴെ ടേൺ ഓഫ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കറൻറ്റ് പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെരിഫൈയിങ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ്. അതിനുശേഷം ടേൺ ഓഫ് വീണ്ടും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡൺ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് ഇനേബിൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നിടം വരെ എല്ലാവർക്കും ഗുഡ് ബൈ.